भारतादि पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते വാസുദേവായ. ഹരകൃഷ്ണ. നമ്മളിവിടെ വായിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി AC ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ് നമ്മൾ എല്ലാ ദിവസവും വായിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് 14-ാമത്തെ അധ്യായം, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും അവ എങ്ങനെയാണ് ഓരോ വ്യക്തിയെയും ബാധിക്കുന്നത് എന്നുള്ള കാര്യം ഭഗവാൻ ഈ അധ്യായത്തിൽ പറയുന്നു. ഈ ത്രിഗുണങ്ങളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ത്രിഗുണങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ജീവാത്മാവിനെ കുറിച്ചും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഭൗതിക ലോകത്തിൽ ജനിക്കേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ അധ്യായത്തിൽ ത്രിഗുണങ്ങളെ കുറിച്ച് വിശദമായിട്ട് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, ഭഗവാനിൽ നിന്നു തന്നെയാണ് ഈ ഭൗതിക പ്രകൃതി ഉത്ഭവിച്ചിട്ടുള്ളത്. മമ യോനിർ മഹത് ബ്രഹ്മ തസ്മിൻ ഗർഭം ദദാമ്യഹം. ഈ മുഴുവൻ ഭൗതിക പ്രപഞ്ചവും ഉത്ഭവിച്ചിട്ടുള്ളത് ഭഗവാനിൽ നിന്ന് തന്നെയാണ്. ഈ ഭൗതിക പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന എല്ലാ ജീവജാലങ്ങളും ഉത്ഭവിച്ചിട്ടുള്ളതും ഭഗവാനിൽ നിന്ന് തന്നെയാണ്. സർവയോനിഷു കൗന്ദയ മൂർത്തയ സംഭവന്തിയ താസാം ബ്രഹ്മ മഹത് യോനിർ അഹം ബീജപ്രദപിത. ഞാൻ തന്നെയാണ് ഈ ലോകത്തിലുള്ള എല്ലാ ചരാചരങ്ങളുടെയും പിതാവ് എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഭൗതിക ലോകം വന്നിട്ടുള്ളതും ഭൗതിക ലോകത്തിലുള്ള ജീവജാലങ്ങൾ വന്നിട്ടുള്ളതും ഭഗവാനിൽ നിന്ന് തന്നെയാണ്. പിന്നീട് ഭഗവാൻ പറഞ്ഞത്, ഈ ജീവാത്മാക്കളെ, യാതൊരു ഭൗതിക സ്വഭാവമില്ലാത്ത പൂർണ്ണമായിട്ടും ആത്മീയ സ്വഭാവമുള്ള ഈ ജീവാത്മാക്കളെ എങ്ങനെയാണ് പൂർണ്ണമായിട്ടും ഭൗതിക സ്വഭാവമുള്ള ഈ ശരീരത്തിൽ, ആത്മീയമായിട്ട് ബന്ധമില്ലാത്ത ഈ ശരീരത്തിൽ ബന്ധിപ്പിച്ചു നിർത്തുന്നത്, പിടിച്ചു നിർത്തുന്നത്. ആത്മാവിന്റെ സ്വഭാവം വേറെയാണ്, ശരീരത്തിന്റെ സ്വഭാവം വേറെയാണ്. രണ്ടും രണ്ട് സ്വഭാവമാണ്. എണ്ണയും വെള്ളവും പോലെയാണ്, രണ്ടും വേറെ വേറെയാണ്. പക്ഷെ അതെങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നു? അതിനെ ആരാണ് ബന്ധിക്കുന്നത്? അതിന് ഉത്തരമായിട്ടാണ് ഭഗവാൻ പറയുന്നത്, സത്വരജസ്തമ ഇതി ഗുണ പ്രകൃതി സംഭവ നിബദ്ധനന്തി മഹാബാഹോ ദേഹേ ദേഹിനം അവ്യയം. സത്വരജസ്തമോ ഗുണങ്ങളാണ് ഈ ഭൗതിക ശരീരത്തിൽ ഒരു ജീവനെ ബന്ധിച്ചു നിർത്തുന്നത്. അത് പ്രകൃതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. പ്രകൃതി സംഭവ നിബദ്ധനന്തി, ബന്ധിച്ചു നിർത്തുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം ഓരോ ഗുണങ്ങളുടെയും സ്വഭാവങ്ങൾ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്വഗുണത്തിന്റെ സ്വഭാവം എന്താണ്? തത്ര സത്വം നിർമ്മലത്വ പ്രകാശകം അനാമയം. സത്വഗുണം കുറച്ചുകൂടി ഭൗതിക സ്വഭാവം കുറഞ്ഞതാണ്, നിർമ്മലമാണ്, പാപങ്ങളൊക്കെ കുറവുള്ളതാണ്. സുഖസംഖ്യേന ബദ്നാദി ജ്ഞാനസംഖ്യേന ചാനക. അത് സുഖം കൊണ്ടാണ് ഒരു ശരീരത്തിൽ ജീവാത്മാവിനെ ബന്ധിക്കുന്നത്. ഈ ഭൗതിക ശരീരത്തിൽ തന്നെ സുഖമാണ് എന്നുള്ള ഒരു ധാരണയുണ്ടാകും. സത്വഗുണത്തിലെത്തുന്ന സമയത്ത് കുറച്ച് സംതൃപ്തി അനുഭവിക്കാൻ സാധിക്കും, സന്തോഷം സമാധാനം ഒക്കെ അനുഭവിക്കാൻ സാധിക്കും. ആ സമയത്ത് വിചാരിക്കും ഇത് തന്നെ സുഖം, ഇത് തന്നെ സ്വർഗം എന്ന് ഒരു ധാരണയുണ്ടാകും. അങ്ങനെ സുഖം കൊണ്ട് ബന്ധിക്കും. ഇനി രജോഗുണം എങ്ങനെയാണ് ബന്ധിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രജോ രാഗാത്മകം വിദ്ധി തൃഷ്ണ സംഘസമുദ്ഭവം തന്നിബന്ധനാദി കൗന്ദേയ കർമ്മസംഖ്യേന ദേഹിനം. രജോഗുണം കർമ്മം കൊണ്ടാണ് ബന്ധിക്കുന്നത്. രജോഗുണത്തിൽ എത്തിയിരിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും അടങ്ങിയിരിക്കാൻ സാധിക്കുകയില്ല. ആ വ്യക്തിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കണം, ഭൗതികമായിട്ട് ഒരുപാട് സമ്പാദിക്കണം,
എന്റെ സ്ഥാനം നിലനിർത്തണം, വലിയ വീടുണ്ടാക്കണം, ഇങ്ങനെയൊക്കെ വിചാരിച്ച് ഓടി നടക്കുന്ന ആളാണ് രജോ ഗുണത്തിൽപ്പെട്ട വ്യക്തി. കർമ്മസംഖ്യേന ദേഹിനാണ്, കർമ്മം കൊണ്ടാണ് അവരെ ബന്ധിക്കുന്നത്. അവരെപ്പോഴും എന്തെങ്കിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും, ഓടി നടന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളാണ് രജോ ഗുണത്തിലുള്ളത്. തമോ ഗുണത്തിലുള്ള ആളുകള് അജ്ഞാനത്തിൽപ്പെട്ട ആളുകളാണെന്ന് പറയുന്നു. തമസ്തജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം, എല്ലാ ജീവജാലങ്ങളിലും ഉള്ളതാണ് തമോ ഗുണം. അതെല്ലാ ജീവജാലങ്ങളെയും മോഹിപ്പിക്കുന്നു. പ്രമാദാലസ്യ നിദ്രാഭി തന്നിവിദ്രാദി ഭാരത, അവരെ എങ്ങനെയാണ് ബന്ധിക്കുന്നത്? ശാരീരിക പ്രവർത്തനങ്ങൾ മാത്രം ഒഴുകി അവർ ജീവിക്കുന്നു. ഉറക്കം, അവരുടെ ഏറ്റവും വലിയ ബന്ധനം ഉറക്കമാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഉറക്കമായിരിക്കും എന്ന് പറയും. പ്രമാദ ആലസ്യ നിദ്രാഭി, അവര് പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ തയ്യാറല്ല. അങ്ങനെ മടിയന്മാരായിട്ടുള്ള ആളുകളാണ് തമോ ഗുണത്തിൽ ബാധിതമായിട്ടുള്ള ആളുകൾ എന്ന് പറയും. പിന്നീട് ഓരോ ഗുണം എങ്ങനെയാണ് ബന്ധിക്കുന്നതെന്ന് ഭഗവാൻ 9ാമത്തെ ശ്ലോകത്തിൽ ചുരുക്കി പറഞ്ഞു. സത്തം സുഖേ സംജയതി രജകർമ്മണി ഭാരത ജ്ഞാനമാവൃത്യതുത്തമ പ്രമാദേ സഞ്ചയത്യുതാണ്. സത്വഗുണം സുഖം കൊണ്ടും, രജോ ഗുണം കർമ്മം കൊണ്ടും, തമോ ഗുണം അജ്ഞാനം കൊണ്ടും ജീവനെ ശരീരത്തിൽ ബന്ധിച്ചു നിർത്തുന്നു എന്നതാണ്. പിന്നീട് ഭഗവാൻ പറഞ്ഞു, ഈ ഗുണങ്ങളൊന്നും സ്ഥിരമല്ല, ഗുണങ്ങളെല്ലാം മാറി മാറി വരുന്നതാണ്. ഒരു ഗുണവും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. ഗുണങ്ങൾ തമ്മിൽ മത്സരമാണ്, അവർ ഉയർന്നു വരാൻ വേണ്ടിയിട്ടുള്ള മത്സരമാണ്. ഒരു വ്യക്തിയിൽ രജോ ഗുണം വർദ്ധിക്കുന്ന സമയത്ത് സാത്വികഗുണം തമോ ഗുണം താഴോട്ട് പോകും. സാത്വികഗുണം വർദ്ധിക്കുന്ന സമയത്ത് രജോ ഗുണവും തമോ ഗുണവും താഴോട്ട് പോകും. ഇങ്ങനെ ഗുണങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. ഗുണത്തിൽ എപ്പോഴും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഗുണങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ശീലങ്ങൾ കൊണ്ടും സമ്പർക്കം കൊണ്ടും പ്രാക്ടീസ് കൊണ്ടും അഭ്യാസേനത് കൗന്ദയ, അഭ്യാസം കൊണ്ട് നമ്മൾക്ക് ഈ ഗുണങ്ങളെ മാറ്റിമറിക്കാൻ സാധിക്കും. തമോ ഗുണത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ തമോ ഗുണം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? നമ്മൾ കൂടുതൽ ഉറങ്ങുകയാണെങ്കിൽ നമ്മുടെ തമോ ഗുണം വർദ്ധിക്കും. തമോ ഗുണത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ശീലിക്കുകയാണെങ്കിൽ നമ്മുടെ തമോ ഗുണം വർദ്ധിക്കും. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ തമോ ഗുണം വർദ്ധിക്കും. തമോ ഗുണത്തിലുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടുകയാണെങ്കിൽ, ലഹരി ഉപയോഗിക്കുക, അങ്ങനെയുള്ള ശുചിത്വമില്ലാതെ നടക്കുക, ആചാരങ്ങളൊന്നും പാലിക്കാതെ നടക്കുക, ഇങ്ങനെ തമോ ഗുണത്തിൽ ജീവിക്കുന്ന ആളുകളുമായിട്ട് കൂട്ടുകൂടിയാലും നമ്മുടെ തമോ ഗുണം വർദ്ധിക്കും. അതേപോലെ തന്നെയാണ് രജോ ഗുണം. രജോ ഗുണത്തിലുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ നമ്മുടെ രജോ ഗുണം വർദ്ധിക്കും, അല്ലെ? വലിയ ഭൗതിക ആഗ്രഹങ്ങളുള്ള വ്യക്തികളുമായിട്ട് കൂട്ടുചേർന്ന് കഴിഞ്ഞാൽ നമ്മൾക്കും അവരെ പോലെ തന്നെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഞാനും അതേപോലെ പ്രവർത്തിക്കും എന്ന് നമ്മൾക്ക് തോന്നും. ഇനി സാത്വികഗുണത്തിലുള്ളവരുമായിട്ട് കൂട്ടുചേരുന്ന സമയത്ത് നമ്മുടെ സാത്വികഗുണം വർദ്ധിക്കും. ഇനി കൃഷ്ണാബോധത്തിലുള്ളവരുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഗുണങ്ങളൊക്കെ അതിക്രമിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. വിശുദ്ധ സത്വഗുണത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കാരണം ഭഗവാൻ വിശുദ്ധ സത്വഗുണത്തിലാണ്. ഭഗവാന്റെ എല്ലാ സേവനവും ഭക്തിയും വിശുദ്ധ സത്വഗുണത്തിലുള്ളതാണ്. അതുകൊണ്ട് ഈ ഗുണങ്ങളെ മുഴുവൻ നമുക്ക് മറികടക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി അതിനുശേഷം ഭഗവാൻ ഓരോ ഗുണവും ഒരു വ്യക്തിയിൽ വർദ്ധിക്കുന്ന സമയത്ത് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത്, ഇപ്പോൾ ഏത് ഗുണമാണ് വർദ്ധിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒരു വ്യക്തിയിൽ തന്നെ ഗുണങ്ങൾ വർദ്ധിക്കാം. ഒരു വ്യക്തി എല്ലാ സമയത്തും സത്യഗുണത്തിലായിരിക്കുകയില്ല. ഒരു വ്യക്തി എല്ലാ സമയത്തും രജോ ഗുണത്തിലോ തമോ ഗുണത്തിലോ ആയിരിക്കില്ല. അത് മാറി മാറി വരാം. ഓരോ ഗുണവും വർദ്ധിക്കുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതിന്റെ ലക്ഷണങ്ങളാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സത്വഗുണം വർദ്ധിക്കുമ്പോൾ എങ്ങനെ മനസ്സിലാക്കാം എന്നാണ്. സത്വഗുണം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളെ കുറിച്ചാണ് പറയുന്നത് 11ാമത്തെ ശ്ലോകത്തിൽ. സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായതേ ജ്ഞാനം യഥാ തഥാ വിദ്യാൻ വിവൃതം സത്വം ഇത്യുതാണ്.
ശരീരത്തിന്റെ എല്ലാ ദ്വാരങ്ങളും ജ്ഞാനത്താൽ പ്രകാശിതമാകുമ്പോൾ സത്വഗുണത്തിന്റെ പ്രഭാവം അനുഭവപ്പെടുന്നു. ശരീരത്തിൽ ഒരു പ്രകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്ക് ചുറ്റും വലിയ വലയം, പ്രകാശത്തിന്റെ വലയം വരും എന്നല്ല, സന്തുഷ്ടി ഉണ്ടാകും. ആ വ്യക്തിയുടെ മുഖത്ത് ഒരു സംതൃപ്തി ഉണ്ടാകും, ഒരു പ്രകാശം ഉണ്ടാകും, ഒരു സന്തോഷം ഉണ്ടാകും. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം ഇദ്ദേഹം ഇപ്പോൾ സാത്വികഗുണത്തിലാണ്, അദ്ദേഹം സന്തോഷമായിട്ടിരിക്കുന്നു, സംതൃപ്തിയായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിക്ക് സംതൃപ്തി അനുഭവിക്കണമെങ്കിൽ സാത്വികഗുണത്തിലെത്തണം. രജഗുണത്തിലും തമോഗുണത്തിലും സംതൃപ്തി ഇല്ല എന്നാണ് പറയുന്നത്. വേറെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും, പക്ഷെ സംതൃപ്തി ഉണ്ടാവുകയില്ല. സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ സാത്വിക ഗുണത്തിലേക്ക് വരണം. അപ്പൊ ആ സംതൃപ്തി ശരീരം മുഴുവൻ നമുക്ക് പ്രകടമായിട്ട് കാണാൻ സാധിക്കും. അത് സാത്വികഗുണം വർദ്ധിക്കുമ്പോഴുണ്ടാകുന്ന ലക്ഷണമാണ് എന്ന് പറയുന്നത്. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളും. ഈ 11 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങളുടെ ഭാവാർത്ഥം, വിവർത്തനം ഭാവാർത്ഥം വായിച്ചു. ഹരേ കൃഷ്ണ പ്രഭുജി. ശിവരാമൻ പ്രഭുജി വായിച്ചു. 11 മുതൽ 14 വരെയാണോ പ്രഭുജി പറഞ്ഞു? 13. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവധാരേഷു ദേഹേ അസ്മിൻ പ്രകാശ ഉപജായതേ ജ്ഞാനം യഥാ തഥാ വിദ്യാൽ വിവൃതം സത്വം ഇത്യുച്യതേ ഇത്യുദ്ധ്യതാം. ശരീരത്തിന്റെ എല്ലാ ദ്വാരങ്ങളും ജ്ഞാനത്താൽ പ്രകാശിതമാകുമ്പോൾ സത്വഗുണത്തിന്റെ പ്രഭാവം അനുഭവപ്പെടുന്നു. ഭാവാർത്ഥം: 9 ദ്വാരങ്ങളാണ് ശരീരത്തിലുള്ളത്. 2 കണ്ണുകൾ, 2 ചെവികൾ, 2 നാസാദ്വാരങ്ങൾ, വായ, ലിംഗം, മലദ്വാരം ഇവയെല്ലാം സാത്വികത ലക്ഷണങ്ങളാൽ പ്രകാശിതമാകുമ്പോൾ മനുഷ്യൻ സത്വഗുണ സമ്പന്നനെന്ന് മനസ്സിലാക്കാം. അത്തരക്കാർ കാര്യങ്ങളെ ശരിയായ നിലയിൽ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യും. അവർ ആന്തരികമായും ബാഹ്യമായും പരിശുദ്ധരാണ്. നവദ്വാരങ്ങളിലും പ്രവൃദ്ധമായ സന്തുഷ്ടിയുടെ ലക്ഷണങ്ങൾ കാണാം. ഇതാണ് സത്വഗുണത്തിന്റെ അവസ്ഥ. ശ്ലോകം 12. ലോഭപ്രവൃത്തിരാരംഭ കർമ്മണാശമ സ്പൃഹ രജസ്യേധാനി ജായന്തേ വിവൃതേ ഭരതർഷഭ. ഹേ ഭരതശ്രേഷ്ഠ, രജോ ഗുണം വർദ്ധിക്കുമ്പോൾ അതിയായ ആസക്തി, ഫലോദിഷ്ഠമായ പ്രവർത്തനം, കഠിനമായ പ്രയത്നം, അടക്കാനാവാത്ത ആഗ്രഹം, മോഹാവേശം എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. ഭാവാർത്ഥം: രജോ ഗുണ സ്വഭാവി തനിക്ക് കിട്ടിയിട്ടുള്ള സ്ഥാനത്താൽ ഒരിക്കലും സംതൃപ്തനാകാറില്ല. അതുയർത്താനായി ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. തനിക്ക് ഒരു വീടുണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കൊട്ടാരം പോലെയുള്ള ഒന്നാവണമെന്നായിരിക്കും ഉദ്ദേശിക്കുക. താൻ അതിൽ എന്നെന്നും താമസിക്കാൻ പോകുന്നു എന്നാണ് അയാളുടെ വിചാരം. അയാൾക്ക് ഇന്ദ്രിയ സുഖഭോഗങ്ങളിൽ അത്യാർത്തിയുണ്ട്, അതിന് അറുതിയില്ല. ആ വീട്ടിൽ കുടുംബസമേതം താമസിച്ച് എന്നെന്നും ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. രജോ ഗുണത്തിന്റെ സ്വഭാവമാണിതെല്ലാം എന്ന് മനസ്സിലാക്കാം. ശ്ലോകം 13. അപ്രകാശോ പ്രവൃത്തിംശ്ച പ്രമാദോ മോഹ ഏവച തമസ്യേധാനി ജായന്തേ വിവൃതേ കുരുവന്ധന. ഗുരുനന്ദന, തമോ ഗുണം വളരുമ്പോൾ തേജസ് ഇല്ലായ്മ, അകർമ്മണ്യത, പ്രമാദം, വ്യാമോഹം എന്നിവ പ്രകടമാകുന്നു. ഭാവാർത്ഥം: തേജസ്സില്ലാത്തിടത്ത് ജ്ഞാനമില്ല. താമസ സ്വഭാവ നിയന്ത്രിത തത്വത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. തന്നിഷ്ടം പോലെ ഒരു ഉദ്ദേശവുമില്ലാതെ പ്രവർത്തിക്കാനാണ് അയാൾക്കിഷ്ടം. അധ്വാനശേഷി അയാൾക്കുണ്ടെങ്കിലും അത് ഉപയോഗിക്കാൻ തുനിയില്ല. ഇതിന് വ്യാമോഹമെന്ന് പറയുന്നു. ബോധാവസ്ഥയിലാണെങ്കിലും ഇക്കൂട്ടരുടെ ജീവിതം കർമ്മരഹിതമാണ്. ഇതാണ് താമസ സ്വഭാവിയുടെ ലക്ഷണങ്ങൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ശിവരാമൻ പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പോൾ 3 ഗുണങ്ങളുടെയും ലക്ഷണങ്ങൾ ഭഗവാൻ പറഞ്ഞു. 3 ഗുണങ്ങളും ഉയരുമ്പോഴുണ്ടാകുന്ന ലക്ഷണങ്ങളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു. സത്വഗുണം വർദ്ധിക്കുന്ന സമയത്ത് സംതൃപ്തി ഉണ്ടാകും, മനസ്സിൽ സന്തോഷമുണ്ടാകും. ആ സന്തോഷം ശരീരം മുഴുവൻ നമ്മൾക്ക് പ്രകടമായിട്ട് കാണാനും സാധിക്കും.
അത് സാത്വികഗുണത്തിന്റെ ലക്ഷണമായിട്ട് പറഞ്ഞു. കൂടാതെ സംതൃപ്തി മാത്രമല്ല, ജ്ഞാനവും ഉണ്ടാകും. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാര്യങ്ങൾ അതേപടി മനസ്സിലാക്കാൻ സാധിക്കാം. അവർക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാവുകയില്ല. എന്തെങ്കിലും ഊഹം വെച്ച് അവർ സംസാരിക്കുകയില്ല. അവർ പറയുന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യമായിരിക്കും. കാരണം അവർക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം അത് സാത്വികഗുണത്തിന്റെ മറ്റൊരു ലക്ഷണമാണ്, ജ്ഞാനം എന്ന് പറയുന്നത്. ശീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. കാര്യങ്ങളെ ശരിയായ നിലയിൽ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യും. എന്താണ് സംഭവിക്കുന്നത്, ചുറ്റുപാടും എന്താണ് സംഭവിക്കുന്നത്, തന്റെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നത്, അപ്പൊ തന്നെക്കുറിച്ചും ചുറ്റുപാടിനെ കുറിച്ചും ഒരു ശരിയായിട്ടുള്ള ബോധം അവർക്കുണ്ടാകും. അത് സാത്വികഗുണത്തിൽ എത്തുമ്പോൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. രജോ ഗുണത്തിലും തമോഗുണത്തിലും എത്തുന്ന സമയത്ത് അവർക്ക് ചുറ്റുപാടിനെ കുറിച്ച് സംശയവും അല്ലെങ്കിൽ ചുറ്റുപാടിനെ കുറിച്ച് തെറ്റിദ്ധാരണയുമാണ് ഉണ്ടാകുന്നത്. രജോ ഗുണത്തിൽ സംശയവും തമോഗുണത്തിൽ തെറ്റിദ്ധാരണയുമാണ് ഉണ്ടാകുന്നത്. ശരിയായിട്ടുള്ള ധാരണ അവർക്ക് ഉണ്ടാകുന്നില്ല. സാത്വികഗുണത്തിൽ ഇരിക്കുമ്പോഴാണ് ശരിയായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ശരിയായിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ട് അവർക്ക് മനസ്സിൽ സമാധാനം ഉണ്ടാകും. തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമ്പോഴാണ് മനസ്സിൽ വലിയ കാലുഷ്യം ഉണ്ടാകുന്നത്, ഉത്കണ്ഠയുണ്ടാകുന്നത്. അതുകൊണ്ട് ഒരിക്കലും സമാധാനം ഉണ്ടാവുന്നില്ല. അത് അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അല്ലെ, ഒരു വ്യക്തി, ഒരാള് വലിയ ടെൻഷനിൽ നിൽക്കുമ്പോഴും സന്തോഷത്തിൽ നിൽക്കുമ്പോഴും നമ്മൾക്ക് മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. അല്ലെങ്കിൽ അവരുടെ ശാരീരിക പ്രകൃതി, ശാരീരികമായിട്ടുള്ള ഭാഷ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാകും ആ വ്യക്തി സന്തോഷത്തിലാണോ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ദുഃഖം അനുഭവിക്കുന്നുണ്ടോ എന്നൊക്കെ അവരുടെ മുഖത്ത്, പ്രത്യേകിച്ചും കണ്ണില് നമ്മൾക്ക് കാണാൻ സാധിക്കും. സത്വഗുണത്തിൽ ഇരിക്കുന്ന വ്യക്തി, ആ വ്യക്തിയിൽ സംതൃപ്തി ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. അവര് കാര്യങ്ങളെ ശരിയായിട്ടുള്ള രീതിയിൽ നോക്കിക്കാണുമെന്നാണ് പറയുന്നത്. ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവൃതം സത്വമിത്യുത. അപ്പൊ നമുക്ക് ശരിയായ ജ്ഞാനം ഉണ്ടാകണമെങ്കിലും, ശരിയായ സന്തുഷ്ടി അനുഭവിക്കണമെങ്കിലും, സമാധാനം അനുഭവിക്കണമെങ്കിലും, സന്തോഷം അനുഭവിക്കണമെങ്കിലും എന്ത് വേണം? നമ്മൾ സാത്വികഗുണത്തിലേക്ക് വരണം. ഒരുപാട് ധനം സമ്പാദിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും നേട്ടം ഉണ്ടാക്കിയത് കൊണ്ടോ സമൂഹത്തിൽ എന്തെങ്കിലും പദവി നേടിയത് കൊണ്ടോ നമ്മൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കില്ല. അത് തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ട് മാത്രം നമ്മൾക്ക് സന്തോഷം ഉണ്ടാവുകയില്ല. മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സാത്വിക ഗുണത്തിലേക്ക് വന്നേ തീരൂ എന്നുള്ളതാണ്. സാത്വിക ഗുണത്തിലാണ് യഥാർത്ഥ സന്തോഷം നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ഇനി രജോ ഗുണത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു 12ാമത്തെ ശ്ലോകത്തിൽ. ലോഭപ്രവൃത്തിരാരംഭ കർമ്മണ വശമ സ്പൃഹ രജസ്യേതാനി ചായന്തി വിവൃതേ ഭരതക്ഷമ. രജഗുണത്തിൽ എത്തുന്ന സമയത്ത് അസംതൃപ്തിയാണ്, മനസ്സിൽ അസംതൃപ്തി, ഒന്നുകൊണ്ടും തൃപ്തിയാവുന്നില്ല. അവർക്കുള്ളിൽ തന്നെ ഒരു സന്തോഷമില്ല, മനസ്സിൽ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നില്ല, അസംതൃപ്തിയാണ്. അപ്പൊ അവർ വിചാരിക്കും എന്തെങ്കിലും വലിയ നേട്ടമുണ്ടായി കഴിഞ്ഞാൽ സന്തോഷമുണ്ടാകും, അപ്പൊ എല്ലാവരും എന്നെ ബഹുമാനിക്കും, അപ്പോൾ ഞാൻ സന്തോഷിക്കും എന്ന് വിചാരിച്ച് വലിയ വലിയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. തന്റെ സ്ഥാനം ഉയർത്താൻ വേണ്ടി, എല്ലാവരും തന്നെ ബഹുമാനിക്കുന്നതിന് വേണ്ടി, വലിയ സമൂഹത്തിൽ എന്തെങ്കിലും വലിയ സ്ഥാനം നേടണം, അല്ലെങ്കിൽ വലിയ വീടുണ്ടാക്കണം. അല്ലെ, വീട് സാധാരണ വീടൊന്നും പോരാ, എല്ലാവരും കണ്ട് മൂക്കത്ത് വിരൽ വെക്കണം, അങ്ങനെയുള്ള വീടുണ്ടാക്കും. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അതിനുവേണ്ടി എല്ലാ കഷ്ടപ്പാടും ചെയ്യും, ലോൺ എടുക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അല്ല, അവരുടെ ആരോഗ്യം, അവരുടെ സമയം, അവരുടെ ഊർജവും, അവരുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ ഈ ഒരു നേട്ടത്തിന് വേണ്ടി, ഭൗതികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി അവർ ഉപയോഗിക്കും. അപ്പൊ അതിനുവേണ്ടി അവർ എപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുകയും ചെയ്യും. കർമ്മണാമശമ, അവരെപ്പോഴും കർമ്മത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യും. കാരണം എന്താണ്? അവർക്ക് ആ ഒരു നേട്ടം ഉണ്ടാകണമെന്ന് വലിയ ആഗ്രഹമാണ്. ലോഭപ്രവൃത്തിരാരംഭ, ആ നേട്ടത്തിന് വേണ്ടി അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അല്ലെ, സമൂഹം അവരെ വലിയ പ്രവർത്തകന്മാരായിട്ട്, കർമ്മയോഗികളായിട്ടൊക്കെ ചിലപ്പോൾ വാഴ്ത്തും.
സമൂഹത്തിനും അറിയുന്നില്ല ഇവരെന്തുകൊണ്ടാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത്. അവർ പ്രവർത്തിക്കുന്നത് അവരുടെ അത്യാഗ്രഹം കൊണ്ടാണ്, അല്ലെ? അവരുടെ അസംതൃപ്തി കൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. എനിക്ക് നേട്ടം ഉണ്ടാകണം എന്ന് വിചാരിച്ച് അവരങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേറൊന്നിനും സമയം ഉണ്ടാവുകയില്ല. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും അവർക്ക് ഒരിക്കലും സമയം ഉണ്ടാകുന്നില്ല. ഇങ്ങനെ കഠിന പ്രയത്നം, അസംതൃപ്തി, അതേപോലെ അത്യാഗ്രഹം, ഇതൊക്കെ രജോ ഗുണത്തിന്റെ സ്വഭാവമാണ് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ അവർക്ക് ആത്മീയമായിട്ടുള്ള ഒരു ധാരണയുമില്ല. അവർ ഈ ലോകത്തിനെ കുറിച്ച് മാത്രമേ, ഈ ജീവിതത്തിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അത് ഏറ്റവും വലിയ രീതിയിൽ ഏറ്റവും ബെസ്റ്റാക്കി മാറ്റണം എന്നാണ് അവർ വിചാരിക്കുന്നത്. അതിനുവേണ്ടി കഠിന പ്രയത്നങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അത് രജോ ഗുണത്തിന്റെ സ്വഭാവമാണ്. ഇനി തമോ ഗുണത്തിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അപ്രകാശോ അപ്രവൃത്തിച്ച പ്രമാദോ മോഹ ഏവച്ച തമസ്യേതാനി ജായന്തേ വിവൃതേ ഗുരുനന്ദന. അപ്രകാശോ അപ്രവൃത്തിച്ച, തമോ ഗുണത്തിലാണെങ്കിൽ അവർക്ക് യാതൊരു സന്തോഷവുമില്ല. അവർക്ക് എപ്പോഴും ടെൻഷനാണ്. തമോ ഗുണത്തിൽ ഭയം കൂടിക്കൊണ്ടിരിക്കും. ഭൗതിക ഗുണങ്ങൾ കൂടുന്നതിനനുസരിച്ച് ഭയം കൂടിക്കൊണ്ടിരിക്കും എന്നാണ്. അപ്പൊ അവർക്ക് ഒരു സംതൃപ്തിയുമില്ല, ഒരു സന്തോഷവുമില്ല. അതുകൊണ്ട് മുഖത്തൊരു പ്രകാശം ഉണ്ടായിരിക്കില്ല, മുഖത്തൊരു സംതൃപ്തി ഉണ്ടാവുകയില്ല, ഒരു സന്തോഷവും സമാധാനവും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്രകാശവും, മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു വലിയ ഉത്കണ്ഠ അനുഭവിക്കുന്ന വ്യക്തിയാണ്. ആ ഉത്കണ്ഠയ്ക്ക് കാരണം തമോ ഗുണമാണ്. അപ്രകാശോ അപ്രവൃത്തിച്ച, പക്ഷെ അവർ അതിനുവേണ്ടി ഒന്നും പ്രവർത്തിക്കാനും തയ്യാറാവുന്നില്ല. രജോ ഗുണത്തിലാണെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യും, കഠിനാധ്വാനം ചെയ്ത് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ അവർ ശ്രമിക്കും. അത് കുറച്ചുകൂടി നല്ലതാണ്. തമോ ഗുണത്തിൽ അതിനു പോലും അവർ ശ്രമിക്കുന്നില്ല. അവർ പ്രവർത്തിക്കും, അവര് തയ്യാറല്ല. അത്രയ്ക്കും അലസന്മാരാണ് അവർ എന്നാണ് പറയുന്നത്. പ്രമാദവും മോഹ ഏവജ. ഇനി കാര്യങ്ങൾ എന്തെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കുമോ? അവർക്ക് അത് ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. അവർക്ക് ഒരുപാട് ഊഹങ്ങളാണ് മനസ്സിൽ. ഊഹങ്ങൾ കൊണ്ടാണ് അവർ മനസ്സിലാക്കുന്നത്. ശരിയായിട്ടുള്ള രീതിയിലല്ല അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അവർക്ക് ഒരുപാട് ധാരണകളാണ്. മറ്റുള്ളവരെ കുറിച്ച് ശരിയായ ധാരണകൾ അവർക്കുണ്ടാകുന്നില്ല. ഊഹങ്ങൾ കൊണ്ടാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ചില ആളുകൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ എത്ര സഹായം ചെയ്തു കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അവർക്ക് അത് ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അവർ ചിലപ്പോൾ സഹായം ചെയ്ത ആളുകളെ പോലും ശത്രുക്കളായിട്ട് കണക്കാക്കും. അത് തമോ ഗുണത്തിന്റെ ലക്ഷണമാണ്. പ്രമാദോ മോഹയോജ, അതൊരു തരം മാനസികമായിട്ടുള്ള ഉന്മാദാവസ്ഥയാണ്, അല്ലെ? ചിലപ്പോൾ തമോ ഗുണം വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ അത് ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് പോകും. അതിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ തമോ ഗുണം വർദ്ധിക്കുമ്പോഴാണ് പ്രമാദം, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, മോഹം, ഒരുപാട് യഥാർത്ഥമല്ലാത്ത കാര്യങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ചില ആളുകൾ സ്വപ്നജീവികളായിട്ട് ജീവിക്കും, അല്ലെ? ഓരോന്ന് സങ്കല്പിച്ച് അങ്ങനെ ജീവിക്കും. ഞാൻ ഭാവിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും എന്ന് വിചാരിച്ച് സങ്കല്പിച്ച് ജീവിക്കും. പക്ഷെ അതിനുവേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കൂ? അതിനുവേണ്ടി ഒന്നും പ്രവർത്തിക്കുകയില്ല. അങ്ങനെ ദിവാസ്വപ്നം കണ്ട് അങ്ങനെ ജീവിക്കും. ചിലപ്പോൾ സ്വപ്നം നടക്കാത്ത സമയത്ത് അവർക്ക് വലിയ ഉത്കണ്ഠ ഉണ്ടാവുകയും ചെയ്യും. ഇതും പ്രമാദം, മോഹം ഒക്കെ ആ തമോ ഗുണത്തിന്റെ ഭാഗമാണ്. പക്ഷെ അവർ അതിനുവേണ്ടി ഒന്നും പ്രവർത്തിക്കുകയില്ല എന്നുള്ളതാണ്. തമസ്യേതാനി ജായന്തേ വിവൃതേ ഗുരുനന്ദനം. അപ്രകാശോ അപ്രവൃത്തിച്ച, അവരതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ല. ശില പ്രഭാതർ പറയുന്നു, അവർ ഒരു നിയമം അനുസരിക്കാൻ തയ്യാറല്ല എന്നാണ് തമോ ഗുണത്തിലുള്ള ആളുകൾ. നിയമങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തീരെ ഇഷ്ടപ്പെടുകയില്ല. തന്നിഷ്ടം പോലെ, തോന്നിയതുപോലെ പ്രവർത്തിക്കാനാണ് അവർക്ക് ഇഷ്ടം, അല്ലേ? ഞങ്ങള് ഫുൾ സ്വതന്ത്രരാണ്, ഞങ്ങൾ ഫ്രീ ബേർഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് വേണമെങ്കിലും തിന്നാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾക്ക് ആകെ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ, അതങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു നിയമം എന്നോട് പറയരുത്, ഒരു നിയമം എനിക്ക് ഇഷ്ടമല്ല, അതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ നിയമം ഉണ്ടാകും.
തോന്നിയതുപോലെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് തമോ ഗുണത്തിലുള്ള ആളുകൾ. അവരൊരിക്കലും യാതൊരു നിയമങ്ങളും ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും നിയമം അനുസരിച്ച് ഉയരാൻ അവർ ശ്രമിക്കുന്നില്ല. സാത്വിക ഗുണത്തിലേക്ക് ഉയരാനൊന്നും അവർ ശ്രമിക്കില്ല. അതൊക്കെ തമോ ഗുണത്തിന്റെ സ്വഭാവങ്ങളാണ് എന്നാണ് പറയുന്നത്. ബോധാവസ്ഥയിലാണെങ്കിൽ ഈ കൂട്ടരുടെ ജീവിതം കർമ്മരഹിതമാണ്. അധ്വാനശേഷി അയാൾക്കുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ തുനിയില്ല. ഇതിന് വ്യാമോഹമെന്ന് പറയുന്നു. അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർ അത് പ്രയോഗിക്കുന്നില്ല, അവരുപയോഗിക്കുന്നില്ല. അത് അവരുടെ ആലസ്യത്തിന്റെ ലക്ഷണമാണ്. ഇപ്പൊ ഇതെല്ലാം തമോ ഗുണം ബാധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണമാണ് എന്ന് പറയും. അപ്പൊ ഇവിടെ സാത്വികഗുണം വർദ്ധിച്ചാലും രജോ ഗുണം വർദ്ധിച്ചു കഴിഞ്ഞാലും തമോ ഗുണം വർദ്ധിച്ചാലും ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു. സാത്വികഗുണം വർദ്ധിക്കുന്ന സമയത്ത് കാര്യങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും, പ്രകാശമുണ്ടാകും ശരീരത്തിൽ. ഇതൊക്കെ സാത്വികഗുണത്തിന്റെ ലക്ഷണമായിട്ട് പറഞ്ഞു. രജോ ഗുണം വർദ്ധിക്കുന്ന സമയത്ത് അടക്കാനാവാത്ത ആഗ്രഹം, അത്യാഗ്രഹം, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, കഠിനമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. എന്നാൽ മനസ്സിൽ അസംതൃപ്തിയുമാണ് രജോ ഗുണത്തിന്റെ ലക്ഷണം. അപ്രകാശം അപ്രവൃത്തിശ്ച, യാതൊരു മനസ്സിന് സന്തോഷമില്ലാത്ത അവസ്ഥ, അതേപോലെ പ്രവൃത്തിയൊന്നും ചെയ്യാത്ത അവസ്ഥ, തെറ്റിദ്ധാരണകളുള്ള അവസ്ഥ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ, ഇതൊക്കെ തമോ ഗുണത്തിന്റെ ലക്ഷണമായിട്ടും ഭഗവാൻ പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്, ഓരോ ഗുണത്തിലും ഈ ശരീരം വെടിയുന്ന സമയത്ത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഓരോ ഗുണത്തിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ശരീരം വെടിയുകയാണെങ്കിൽ എത്തുന്ന സ്ഥലം വ്യത്യസ്തമായിരിക്കും, വേറെ വേറെ സ്ഥലത്താണ് എത്തുന്നത്. സത്യഗുണത്തിൽ ഇരിക്കുമ്പോഴാണ് മരിക്കുന്നതെങ്കിൽ എത്തുന്ന സ്ഥലത്തല്ല രജഗുണത്തിൽ ഇരിക്കുന്ന വ്യക്തി മരിക്കുമ്പോൾ എത്തിച്ചേരുന്നത്, വേറെ വേറെ സ്ഥലത്താണ് എത്തിച്ചേരുന്നത്. അവിടെ എവിടെയാണ് എത്തിച്ചേരുന്നത് എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അതിന് മുന്നേ ഈ 3 ശ്ലോകങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം അടുത്ത ശ്ലോകം വായിക്കാം. സത്വഗുണത്തിന്റെയും രജഗുണത്തിന്റെയും തമോഗുണത്തിന്റെയും വർധനയിൽ ഏറ്റക്കുറച്ചിലുണ്ടാവുന്ന ലക്ഷണങ്ങളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. 14-15 ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ധന്യവാദം വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. യഥാ സത്വ പ്രവൃദ്ധേ തു പ്രളയം യാതി ദേഹഭൃത് തദോത്തമവിധാം ലോകാനമലാൻ പ്രതിപത്യതേ. വിവർത്തനം. സാത്വികർ മരിക്കുമ്പോൾ ഋഷിവര്യന്മാരുടെ നിർമ്മലങ്ങളായ ഉത്കൃഷ്ട ലോകങ്ങളിൽ എത്തുന്നു. ഭാവാർത്ഥം. സത്വഗുണ സമ്പന്നൻ ബ്രഹ്മലോകം, ജനലോകം മുതലായ ഉത്തമ ഗ്രഹങ്ങളിൽ എത്തിച്ചേർന്ന് ദേവതുല്യമായ ആനന്ദം അനുഭവിക്കും. അമലാൻ എന്ന പദം ഇവിടെ പ്രസക്തമാണ്. രജസ് തമോ ഗുണങ്ങൾ തീണ്ടാത്തത് എന്നാണ് ഇതിനർത്ഥം. ഭൗതിക ലോകത്തിൽ മാലിന്യങ്ങൾ ഉണ്ട്. ഇവിടെ ഏറ്റവും പരിശുദ്ധമായ സത്വഗുണമാണ്. വ്യത്യസ്തരായ ജീവാത്മാക്കൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള ഗ്രഹങ്ങളുണ്ട്. സത്വഗുണത്തിൽ പ്രവർത്തിക്കുമ്പോൾ മരിക്കുന്നവർ ഋഷിവര്യരും മഹാഭക്തരും വാഴുന്ന ഗ്രഹങ്ങളിലേക്ക് ഉയരും. ശ്ലോകം 15. രജസി പ്രളയം ഗത്വ കർമ്മസംഖിഷു ജായതേ തഥാ പ്രലീനസ്തമസി മൂഢയോനിഷു ജായതേ. വിവർത്തനം. രജഗുണത്തോടെയാണ് മരിക്കുന്നതെങ്കിൽ ബലമുദ്ദേശിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നവർക്കിടയിൽ ജനിക്കും. തമോ ഗുണത്തോടെ മരിക്കുന്നവരാകട്ടെ മൃഗങ്ങളായിട്ടാണ് പിറക്കുക. ഭാവാർത്ഥം. ഒരിക്കൽ മനുഷ്യനായി ജനിച്ച ജീവാത്മാവ് പിന്നീടൊരിക്കലും താഴ്ന്ന പടികളിലേക്ക് ഇറങ്ങുകയില്ലെന്ന് ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. തമോ ഗുണം വർദ്ധിക്കുമ്പോൾ മനുഷ്യൻ മരിച്ച ശേഷം മൃഗരൂപത്തിലുള്ള ജീവിതത്തിലേക്ക് തരം താഴ്ത്തപ്പെടുമെന്ന് ഈ ശ്ലോകം ചൂണ്ടിക്കാട്ടുന്നു. ഇങ്ങനെ അധപതിച്ച നിലയിൽ നിന്ന്
പരിണാമ പ്രക്രിയയിലൂടെ അയാൾക്ക് വീണ്ടും മനുഷ്യ ജീവിതത്തിലേക്ക് ഉയർന്നു വരണം. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തെ പറ്റി ഗൗരവത്തോടെ ചിന്തിക്കുന്നവരെല്ലാം സത്വഗുണം പരിശീലിച്ചുകൊണ്ട് സജ്ജന സമ്പർക്കത്താൽ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കേണ്ടതാണ്. ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം. ഇങ്ങനെയല്ലാതെ ഒരാൾക്ക് വീണ്ടും മനുഷ്യനായി പിറക്കാൻ കഴിയുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ധന്യവാദജി. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ ഓരോ ഗുണവും നിലനിർത്തുന്നതിന് അടുത്ത ജീവിതത്തിലും അതിന്റെ ഫലമുണ്ട്. ഈ ശരീരത്തിൽ നമ്മൾ തമോ ഗുണം സത്വഗുണമാണ് നിലനിർത്തുന്നതെങ്കിൽ, സത്വഗുണമാണ് നിലനിർത്തുന്നതെങ്കിൽ മരിക്കുന്ന സമയത്തും സത്വഗുണത്തിലാണ് എങ്കിൽ ആ സത്വഗുണത്തിൽ മരിക്കുന്നത് കൊണ്ട് മാത്രം ആ വ്യക്തി ഉയർന്ന ലോകങ്ങളിലേക്ക് പോകും. ആ വ്യക്തി ചിലപ്പോൾ ഭക്തനായിക്കൊള്ളണമെന്നില്ല. സത്വഗുണം നിലനിർത്തുന്നത് കൊണ്ട് മാത്രം ആ വ്യക്തി ഉയർന്ന ലോകങ്ങളിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. യഥാ സത്തേ പ്രവൃദ്ധേതു പ്രളയം യാതി ദേഹപ്രത്. മരിക്കുന്ന സമയത്ത് നല്ല സാത്വികമായിട്ടുള്ള മനോഭാവത്തിലാണ് മരിക്കുന്നതെങ്കിൽ, സത്വഗുണത്തിലാണ് ഉള്ളതെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും ഉയർന്ന ലോകങ്ങൾ പ്രാപിക്കാൻ യോഗ്യനാണ് എന്നാണ് പറയുന്നത്. ഉയർന്ന ലോകങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ 17-14 ലോകങ്ങളിൽ ഏറ്റവും ഉയർന്ന ലോകങ്ങൾ, ജനലോകം, തപലോകം, സത്യലോകം, ഇങ്ങനെയുള്ള സാത്വിക ഗുണത്തിലുള്ളവർ താമസിക്കുന്ന ലോകമാണ്. അവിടെ ഭഗവാന്റെ ഭക്തന്മാരും അതേപോലെ ഉയർന്ന ദേവന്മാരും ഒക്കെ വസിക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് എത്താൻ നമ്മൾക്ക് ആ ഒരു ഗുണം വേണം. ഗുണമുണ്ടെങ്കിൽ മാത്രമേ ആ ഗ്രഹങ്ങളിൽ എത്താൻ സാധിക്കൂ. ആ ഗ്രഹങ്ങളെ കാണാനും അത് മനസ്സിലാക്കാനും അതിൽ ജീവിക്കാനും ആ ഗ്രഹത്തിന് അനുയോജ്യമായിട്ടുള്ള ഗുണം നമ്മൾ ആർജിക്കണം. അപ്പോൾ മാത്രമേ നമ്മൾക്ക് ആ ഗ്രഹത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. വെറുതെ നമ്മൾക്ക് ഏതെങ്കിലും ഒരു വാഹനം എടുത്ത് വേറെ ഒരു ഗ്രഹത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഗ്രഹത്തിലെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. വേറൊരു ഗ്രഹത്തിൽ പോയി ജീവിക്കണമെങ്കിൽ ആ ഗ്രഹത്തിലുള്ള ഗുണം നമ്മൾ ആർജിച്ചിരിക്കും. അപ്പം സത്യഗുണം എന്ന് പറയുന്നത് ഉയർന്ന ലോകത്തിന്റെ ഗുണമാണ്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ സത്യഗുണം ആർജിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ശരീരം ഉയർന്ന ലോകങ്ങളിൽ സ്വാഭാവികമായിട്ടും ലഭിക്കുമെന്നാണ് പറയുന്നത്. യഥാ സത്തേ പ്രവൃദ്ധേതു പ്രളയം യാതി ദേഹപ്രത് അത് ഉത്തമ വിധാൻ ലോകാൻ അമലാൻ പ്രതിബദ്ധത. അവിടെ രജോഗുണത്തിന്റെയും തമോഗുണത്തിന്റെയും ബാധ കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. അവരെല്ലാവരും സാത്വികരായിരിക്കും, എല്ലാവരും ഭഗവാന്റെ ഭക്തി ചെയ്യുന്നവരായിരിക്കും. അവരോടൊപ്പം കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഭക്തി ചെയ്ത് വീണ്ടും ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാനുള്ള അവസരം കൂടുതലാണ്, ചാൻസ് കൂടുതലാണ്. ഇനി രജോഗുണത്തിലാണ് മരിക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു. രജസി പ്രളയം ഗത്വ കർമ്മസംഖ്യേഷു ജായതേ. രജഗുണത്തിലാണ് മരിക്കുന്നതെങ്കിൽ വീണ്ടും ഇവിടെ തന്നെയാണ് ജനിക്കുന്നത്, എങ്ങോട്ടും പോകുന്നില്ല. കാരണം നമ്മൾക്ക് ഇവിടെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ നാടിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടോ വീടിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടോ ഒക്കെ അതിലെന്തെങ്കിലും ആഗ്രഹം വെച്ചുകൊണ്ട് മരിക്കുന്ന സമയത്ത്, രജഗുണത്തിൽ മരിക്കുന്ന സമയത്ത് വീണ്ടും അവിടെ തന്നെ വന്ന് ജനിക്കും. നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല, താഴോട്ടും പോകുന്നില്ല, മുകളിലേക്കും പോകുന്നില്ല. രജഗുണത്തിൽ മരിക്കുന്ന സമയത്ത് ഇവിടെ തന്നെയാണ് വീണ്ടും ജനിക്കുന്നത് എന്നാണ് പറയുന്നത്. കർമ്മസംഖ്യേഷു ജായതേ. അങ്ങനെയുള്ള ഫലം ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ തന്നെ വന്ന് ജനിക്കും. വീണ്ടും അത് തന്നെ കഠിന പ്രയത്നം വീണ്ടും അടുത്ത ജന്മത്തിലും അതേപോലെ തന്നെ ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ അങ്ങനെയുള്ള ആഗ്രഹം വെച്ചിട്ടാണ് മരിക്കുന്നത്. തഥാ പ്രളീന തമസി മൂഢയോനിഷു ജായതേ. ഇനി തമോ ഗുണത്തിലാണ് മരിക്കുന്നതെങ്കിൽ, ആത്മീയമായിട്ടുള്ള ഒരു കാര്യവും അറിയാതെ, ഭഗവാനെ കുറിച്ച് അറിയാതെ, അവനവനെ കുറിച്ചൊന്നും അറിയാതെ, ഒരു മൃഗത്തിനെ പോലെ അല്ലെ, മൃഗങ്ങൾക്കൊന്നും അറിയുന്നില്ല മരിക്കുന്ന സമയത്ത്. അത് ജനിക്കുന്നു, കുറെ കാലം ഭക്ഷണമൊക്കെ കഴിക്കുന്നു, പിന്നെ വളർന്ന് വലുതാകുന്നു, വയസ്സാകുന്നു, ചത്തുപോകുന്നു. അതെങ്ങോട്ടാണ് പോകുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ജനിച്ചത്? എന്തുകൊണ്ടാണ് എനിക്ക് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് പ്രായമാകുന്നത്? എന്തുകൊണ്ടാണ് മരിക്കേണ്ടി വരുന്നത്? ഇതൊന്നും ആ മൃഗത്തിന് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ആ മൃഗം അന്വേഷിക്കുന്നുമില്ല. മൃഗം അങ്ങനെ ചോദ്യം ചോദിക്കുന്നില്ല. ആ മൃഗത്തിന്റെ ചോദ്യമേ അല്ല. അതിന്റെ വിഷയം കുറച്ച് ആഹാരം കഴിക്കുക, കിടന്നുറങ്ങുക,
അതേപോലെ സ്ത്രീ പുരുഷ ബന്ധം നടത്തുക, മറ്റു ജീവികളിൽ നിന്ന് രക്ഷ നേടുക. ഇത് മാത്രമാണ് മൃഗങ്ങൾ ചെയ്യുന്നത്. തന്റെ ദുഃഖത്തിനെ കുറിച്ച് അന്വേഷിക്കുക, അതിന് പരിഹാരം കണ്ടെത്താൻ ചെയ്യുന്നത് മൃഗങ്ങളുടെ സ്വഭാവമല്ല. അവർക്ക് അതിന് കഴിവില്ല. പക്ഷെ അവരും ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മൃഗങ്ങൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിന്റെ കാരണം കണ്ടെത്താൻ അവർ ശ്രമിക്കാറില്ല. തമോ ഗുണത്തിലുള്ള ആളുകളും അതേപോലെ തന്നെയാണ് എന്നാണ് പറയുന്നത്. തമോ ഗുണത്തിലുള്ള ആളുകളും ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? എനിക്ക് പ്രായമാകാൻ ഇഷ്ടമല്ലെങ്കിലും എനിക്ക് പ്രായമാകുന്നു. എനിക്ക് അസുഖങ്ങൾ വരാൻ ഇഷ്ടമല്ലെങ്കിലും എനിക്ക് അസുഖങ്ങൾ വരുന്നു. എനിക്ക് മരിക്കാൻ ഇഷ്ടമല്ലെങ്കിലും ഞാൻ മരിച്ചു പോകുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് അന്വേഷിക്കാൻ അവർ തയ്യാറാകുന്നില്ല. അവർ അനുഭവിക്കുന്നുണ്ട്, പക്ഷെ അന്വേഷിക്കുന്നില്ല. അന്വേഷിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തുന്നില്ല. അവർ വീണ്ടും ഇത്രയൊക്കെ ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടും വീണ്ടും ആഹാരം കഴിക്കുക, കിടന്നുറങ്ങുക, അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധം നടത്തുക, അല്ലെങ്കിൽ മറ്റുള്ള ജീവികളിൽ നിന്ന് സംരക്ഷണം നേടുക. ഇത് മാത്രമാണ് അവരും ചെയ്യുന്നത്. മൃഗങ്ങളെ പോലെ മനുഷ്യ ശരീരം കിട്ടിയിട്ടും അവർ മൃഗങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മാത്രമാണ് ഏർപ്പെടുന്നത്. കലിയുഗത്തിൽ മിക്കവാറും ആളുകൾ അങ്ങനെ തന്നെയാണ്. കലിയുഗത്തിൽ 90% ആളുകളും തമോ ഗുണ ബാധിതരാണ്. അവര് എന്തുകൊണ്ടാണ് എനിക്ക് പ്രശ്നമുണ്ടാകുന്നത് എന്ന് അന്വേഷിക്കുന്നില്ല. പ്രശ്നമുണ്ടാകുന്നുണ്ട്, പക്ഷെ അതിന്റെ പരിഹാരം കണ്ടെത്തുന്നില്ല. അതുകൊണ്ട് അവര് മരിക്കുന്ന സമയത്ത് മനുഷ്യ ശരീരം ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്തത് കൊണ്ട്, തന്നെക്കുറിച്ചും ഭഗവാനെ കുറിച്ചും അറിയാത്തത് കൊണ്ട് അടുത്ത ശരീരം, മനുഷ്യ ശരീരം അവർക്ക് കിട്ടുന്നില്ല. കിട്ടിയ മനുഷ്യ ശരീരം ഉപയോഗിച്ചില്ല. അതുകൊണ്ട് അവർക്ക് വീണ്ടും മൃഗങ്ങളുടെ ശരീരത്തിലേക്ക് പോകേണ്ടി വരും എന്ന് പറയും. ഇത് ഭാഗവതത്തിൽ 3-ാമത്തെ സ്കന്ധത്തിൽ 30-ാമത്തെ അധ്യായത്തിൽ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. തമോഗുണത്തിൽ മരിക്കുന്ന ഒരു വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ നേരിട്ട് മൃഗത്തിന്റെ ശരീരം അതിന് കിട്ടുകയല്ല ചെയ്യുന്നത്. അത് നരകീയ ലോകങ്ങളിലേക്ക് പോകും. മനുഷ്യ ശരീരം ഉപയോഗിക്കാത്തത് കൊണ്ട് നരകീയ ലോകങ്ങളിൽ പോകണം. നരകീയമായിട്ടുള്ള യാതനകളൊക്കെ അനുഭവിച്ചതിന് ശേഷമാണ് ഒരു മൃഗശരീരം കിട്ടുന്നത്. പിന്നീട് ആ മൃഗങ്ങൾ, ഇപ്പോ ശിലപ്രഭാതർ ഇവിടെ പറഞ്ഞതുപോലെ ശിലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് ആ കാര്യം. പിന്നെ ഒരു മൃഗമായി ജനിച്ച് വീണ്ടും 84 ലക്ഷം ശരീരങ്ങളിലൂടെ, വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങളുണ്ട്. അങ്ങനെയുള്ള വ്യത്യസ്ത ജീവി ശരീരങ്ങളിലൂടെ വീണ്ടും സഞ്ചരിച്ചതിന് ശേഷമാണ്, ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ്, ലക്ഷക്കണക്കിന് ജന്മങ്ങൾക്ക് ശേഷമാണ് വീണ്ടും അടുത്ത ഒരു ജന്മം മനുഷ്യനായിട്ട് കിട്ടുന്നത്. അപ്പൊ മനുഷ്യനായിട്ട് ജന്മം കിട്ടുന്നത് അത്ര എളുപ്പമല്ല എന്നാണ് പറയുന്നത്. ഭാഗവതത്തിൽ പ്രഹ്ലാദ മഹാരാജാവ് പറയുന്നുണ്ട്, ദുർലഭം മനുഷ്യം ജന്മം. മനുഷ്യജന്മം ദുർലഭമായിട്ട് കിട്ടിയതാണ്. എത്രയോ ജന്മങ്ങൾക്കിടയിൽ നമ്മൾക്ക് ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിട്ടുള്ളതാണ് ഈ മനുഷ്യജന്മം. അത് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാനും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതിന് വേറെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. ആഹാരം സമ്പാദിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭൗതിക നേട്ടത്തിനോ വേണ്ടിയല്ല മനുഷ്യജന്മം. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രഥമമായിട്ടുള്ള കർത്തവ്യം. അത് ഉപയോഗിച്ചില്ലെങ്കിൽ വീണ്ടും തമോ ഗുണത്തിലായിപ്പോവും. തമസി പ്രളയം ഗത്വ തഥാ പ്രളീന തമസി മൂഢയോനിഷു ജായതേ. മനുഷ്യ ശരീരം ഉപയോഗിക്കാത്തവരൊക്കെ, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാത്തവരൊക്കെ എങ്ങോട്ട് പോകണം? വീണ്ടും മൃഗങ്ങളായിട്ട് ജനിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. അപ്പൊ ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട്, മനുഷ്യനായി കഴിഞ്ഞാൽ പിന്നെ നേരെ ഭഗവാന്റെ അടുത്തേക്ക് പോകും എന്നാണ്. അല്ല, മനുഷ്യനായി ജനിച്ച് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകുണ്ഠം പോകുക എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും വൈകുണ്ഠം പോകുന്നില്ല. ഭഗവാനെ കുറിച്ച് അറിഞ്ഞവരാണ് വൈകുണ്ഠത്തിലേക്ക് പോകുന്നത്. ഭഗവാൻ വളരെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വത തെക്വാ ദേഹം പുനർജന്മനേതി മാമേതി സോർജുന. ഭഗവാന്റെ ജന്മകർമ്മങ്ങളെ കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയവരാണ് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത്. ഭഗവാനെ കുറിച്ച് അന്വേഷിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തോന്നിയതുപോലെ ജീവിച്ചവര് എങ്ങോട്ടാണ് പോകുന്നത്? മൂഢയോനിഷു ജായത. അവർ മൃഗങ്ങളായിട്ടാണ് പോകുന്നത്. നരകീയ ലോകങ്ങളിലേക്കാണ് അവര് പോകുന്നത് എന്ന് വ്യക്തമായിട്ട് പറയുന്നു. ഇപ്പൊ ശീലപ്രബോധർ ഇവിടെ പറയുന്നുണ്ട്, ഒരിക്കൽ മനുഷ്യനായി ജനിച്ച ജീവാത്മാവ് പിന്നീട് ഒരിക്കലും താഴ്ന്ന പടികളിലേക്ക് ഇറങ്ങുകയില്ലെന്ന് ചിലർക്കൊക്കെ തെറ്റിദ്ധാരണയാണ്. ഇത് തെറ്റായിട്ടുള്ള ധാരണയാണ്. മനുഷ്യനായി കഴിഞ്ഞാൽ പിന്നെ മൃഗങ്ങളാവില്ല എന്നത് തെറ്റിദ്ധാരണയാണ്. തീർച്ചയായിട്ടും ആവും. തീർച്ചയായിട്ടും
അവർ താഴോട്ട് പോകും എന്ന് തന്നെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ വ്യക്തമായിട്ട് പറയുന്നത്. തഥാ പ്രലീന തമസി മൂഢയോനിഷു ജായത. വീണ്ടും പോയി കറങ്ങി വരണം. ഇനി അടുത്ത ജന്മം കിട്ടണം, മനുഷ്യജന്മം കിട്ടണമെങ്കിൽ വീണ്ടും ലക്ഷക്കണക്കിന് ജന്മങ്ങൾ എടുക്കണം അല്ലെ. അത്ര കാലം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൻ പൂന്താനം പറയുന്നുണ്ട്. എത്രയോ കാലത്തെ സുഹൃതം കൊണ്ടാണ് ഈച്ചയായിട്ടും പൂച്ചയായിട്ടും ഒക്കെ ജനിച്ചു മരിച്ചു നടന്നതിന് ശേഷമാണ് ഈ മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളത്. എന്നിട്ടും അത് എന്ത് ചെയ്യുന്നു? ചുട്ടുതിന്നുന്നു ജന്മം പഴുതേന്നു അല്ലെ. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നത്, അറിയേണ്ട കാര്യം അറിയാതെ, ഭഗവാനെ കുറിച്ച് അറിയാതെ ചുട്ടുതിന്നുന്നു ജന്മം പഴുതേ നാം എന്ന് പൂന്താനം പറയും. കിട്ടിയിട്ടുള്ള മനുഷ്യജന്മം നമ്മൾ വേസ്റ്റ് ആക്കി കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അടുത്ത മനുഷ്യജന്മം കിട്ടുന്നില്ല. അവനെന്താവും? തഥാ പ്രലീന തമസി മൂഢയോനിഷു ജായത എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ശ്ലോകങ്ങളിൽ ഓരോ ഗുണത്തിലും വെച്ച് ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത്, അവരുടെ ഗതി എന്താണ് എന്നാണ് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, ഈ ശ്ലോകങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ.